അരുവിപ്പുറം എന്ന പേരിൽ പ്രശസ്തി ആർജിച്ചത് നെയ്യാറ്റിൻകരയ്ക്ക് അടുത്തുള്ള ഗുരുദേവൻ്റെ ആദ്യത്തെ പ്രതിഷ്ഠയാണ്. എന്നാൽ മറ്റൊരു അരുവിപ്പുറമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഇന്നാണ്. ഇവിടെ നെടുമങ്ങാടിനടുത്ത് ഗുരുദേവൻ വന്ന് വിശ്രമിച്ച ഒരു ഭവനമുണ്ട്. അവിടെ ഒരു ദേവീ ക്ഷേത്രമുണ്ട്. ആ ദേവീക്ഷേത്രത്തിൻ്റെ പേര് അരുവിപ്പുറം ദേവീക്ഷേത്രം എന്നാണ്. നമ്മുടെ ഡോക്ടർ മോഹൻദാസിൻ്റെ കുടുംബമാണ്. ഇവിടെ ഗുരുദേവൻ 35 ദിവസം 3-4 പ്രാവശ്യമായിട്ട് വന്ന് വിശ്രമിച്ചിട്ടുള്ളതായി ഡോക്ടർ പറയുകയുണ്ടായി. ഏതായാലും വളരെ പ്രകൃതി ഭംഗി നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ് അരുവിപ്പുറം. പ്രസിദ്ധമായ അരുവിപ്പുറത്ത് നെയ്യാറിൻ്റെ തീരത്തുള്ള അരുവിപ്പുറം പോലെ തന്നെ ഇവിടെ വാമനപുരം ആറുണ്ട്. അതിൻ്റെ തീരത്താണ് ഈ അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രകൃതി രാമണീയത്വം നിറഞ്ഞു നിൽക്കുന്ന പ്രദേശം വന്ന് കാണേണ്ടതാണ്. ഗുരുവിൻ്റെ സ്മരണ ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന പ്രദേശമാണെന്ന് പ്രത്യേകം അറിയിച്ചു. ഇവിടെ നമ്മളുടെ മുരളീധരൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ അന്താരാഷ്ട്ര ശ്രീനാരായണ കേന്ദ്രം അതിൻ്റെ നിർമ്മാണത്തിലാണ്. അതിൻ്റെ ശിലാസ്ഥാപനം ഇന്ന് നിർവഹിക്കുകയുണ്ടായി. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ മഹിതമായൊരു സങ്കല്പമുണ്ട്. ഇവിടെ ഒരു വലിയ സ്ഥാപനം ഉയർന്നു വരണമെന്ന്. ആ ഒരു സങ്കല്പം സാധ്യതമാക്കുവാൻ നമ്മുടെ മുരളീധര പണിക്കർ സാറിൻ്റെ നേതൃത്വത്തിൽ ഇത് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഗുരുദേവൻ ഉപരിപഠനം നടത്തിയ താമസിച്ച വാരണപ്പള്ളി തറവാട്ടിലെ അംഗമാണ് മുരളീധര പണിക്കർ സാറ്. അദ്ദേഹത്തിനത് പൂർണ്ണമായിട്ട് നിർവഹിക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ എല്ലാവരും ഒരുപോലെ വിശ്വസിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് എത്രയും പെട്ടെന്ന് അതിൻ്റെ പണി പൂർത്തിയായി 2 വർഷത്തിനുള്ളിൽ ഒരു അന്തർദേശീയ ശ്രീനാരായണ വൈജ്ഞാനിക പഠന കേന്ദ്രം ഇവിടെ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.